അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹിജാബി ഹാങ് ഔട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓരോ വീഡിയോയും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിൽ ഒരുപാട് നമ്മൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. അവയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങളും പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് കുറച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ശീലങ്ങളാണ് നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കൽ. ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങൾ നിലത്ത് വീഴുന്നത്, പെറുക്കിയെടുക്കാതിരിക്കുകയോ ഭക്ഷണത്തെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ഉണങ്ങാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. വൃത്തിയാക്കാത്ത തുടക്കാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഇതിന് കാരണമാകുന്നുണ്ട്. മൂന്നാമത്തേത് വൃത്തിയില്ലാത്ത പാത്രങ്ങൾ കഴുകാതെ വെക്കുകയോ അതിൽ കൈ കഴുകുകയോ ചെയ്യുന്നത്. നിലത്ത് കിടന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇരുന്നോ ചടഞ്ഞിരുന്നോ അല്ലാതെ നിലത്ത് കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഇതിന് കാരണമാകുന്നുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാതിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള സുന്നത്തുകൾ, പ്രവാചക ചര്യകൾ പാലിക്കാതെ കഴിക്കുന്നതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേത് വീടും പരിസരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. രാത്രി അടിച്ചു വാരുന്നത്. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും ഇശാ നമസ്കാരത്തിന് മുമ്പും വീട് തൂക്കുന്നത്. ഈ സമയങ്ങളിൽ വൃത്തിയാക്കരുത് എന്നൊരു വിശ്വാസമുണ്ട്. എങ്കിലും വൃത്തി എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. വാതിൽപ്പടിയിൽ ചവറിടുന്നത്, വീടിൻ്റെ പ്രധാന വാതിൽക്കൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. തുറന്നു വെച്ച പാത്രങ്ങൾ, ഭക്ഷണമോ വെള്ളമോ അടച്ചു വെക്കാതിരിക്കുന്നത്, ചിലന്തിവല വീട്ടിൽ ഉണ്ടാക്കാൻ അനുവദിക്കുന്നത്, ഇതെല്ലാം വീടുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്. മൂന്നാമത്തേത് വ്യക്തിഗത ശുചിത്വം. അഴുക്കായ വസ്ത്രങ്ങൾ ധരിക്കുക. എപ്പോഴും വൃത്തിയില്ലാത്തതും പഴയതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമുക്ക് ദാരിദ്ര്യമുണ്ടാക്കാൻ കാരണമാകും. നിന്നുകൊണ്ട് മുടി ചീകുന്ന ശീലം ദാരിദ്ര്യത്തിന് കാരണമാകും. പല്ല് വൃത്തിയാക്കാതിരിക്കുന്നത്. മിസ്വാക്ക് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കുന്നതിലെ അലംഭാവം. നാലാമത്തെ കാരണമാണ് സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സമ്പത്ത് എണ്ണി നോക്കുന്നത്. രാത്രിയിൽ പണം എണ്ണുന്നത്. ഇത് കണക്കെടുപ്പിൻ്റെ സമയമല്ല എന്നൊരു വിശ്വാസമുണ്ട്. അല്ലാഹുവിൽ പരാതിപ്പെടുന്നത്. കഷ്ടപ്പാടുകൾ വരുമ്പോൾ അല്ലാഹുവിനെ പഴിക്കുകയും അവനെക്കുറിച്ച് പരാതി പറയുകയും ചെയ്യുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും. പാവപ്പെട്ടവരെ സഹായിക്കാതിരിക്കുക. ഇതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കുക. കച്ചവടത്തിലെ സത്യസന്ധതയില്ലായ്മ. കച്ചവടത്തിലും ഇടപാടുകളിലും വഞ്ചന കാണിക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കാൻ ഒരു കാരണമാണ്. നമുക്ക് ദാരിദ്ര്യം അകറ്റാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.